ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ പ്രൊഫൈലിൽ ഒരു കുക്കിംഗ് വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ന്യൂഡിൽസ് ആണ്. സാധാരണ ന്യൂഡിൽസിനെ കുറച്ചുകൂടി നമ്മൾ റിച്ച് ആക്കിയിട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കാണുന്നത് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ് ഉണ്ട്, പിന്നെ ബീൻസ് ഉണ്ട്, പിന്നെ ബ്രോക്കളി എന്ന് പറയുന്ന ഒരു വെജിറ്റബിൾ ഉണ്ട്, അതിൻ്റെ ബ്രോക്കളി ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് കോൺ ഇട്ടിട്ടുണ്ട്. എന്തെന്നാണ് പറയുന്നത്, ചോളോ മെയ്സോ, അതിൻ്റെ ചോളം ഇട്ടിട്ടുണ്ട്. പിന്നെന്താണ് ഇതിനകത്ത് ഉള്ളത്, എന്തെങ്കിലും അടി ചെയ്തിട്ടുണ്ടോ? ഗ്രീൻ പീസിൻ്റെ ഗ്രീൻ പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് സോട്ട് ചെയ്ത് അത്യാവശ്യം ഒന്ന് വെന്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടാണ് പിന്നീട് നൂഡിൽസ് ഇടാൻ പോകുന്നത്. സാധാരണ രീതിയിൽ എല്ലാവരും നൂഡിൽസിൽ പച്ചവെള്ളം ആയിരിക്കും ഒഴിക്കുന്നത്, പക്ഷേ ഞാൻ സാധാരണ ഇതുപോലെ കെറ്റിലിൽ വെള്ളം ചൂടാക്കിയാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഈ ഇൻസ്റ്റൻറ്റ് രാമൻ നൂഡിൽസ് എന്ന് പറയുന്ന സാധനമാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഒരുപക്ഷെ രാമൻ്റെ കാലത്ത് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ബീഫിൻ്റെ ഫ്ലേവറുള്ള നൂഡിൽസ് ആയിരിക്കാം. നമ്മളിതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, നന്നായിട്ട് വെന്തു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഒരുപാട് വേവിക്കുകയും ചെയ്യരുത്. അത്യാവശ്യം വേണ്ട ഉപ്പ് അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വേവുന്നൊപ്പം തന്നെ. അടുത്തതായിട്ട് ഇതിലേക്ക് തിളച്ച വെള്ളം കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ കിട്ടിയ മസാല ആഡ് ചെയ്യുന്നുണ്ട്. മസാല ആഡ് ചെയ്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഞങ്ങൾ വേറൊന്നും പ്രത്യേകിച്ച് ചേർക്കുന്നില്ല. ഒരുപക്ഷെ വെജിറ്റബിൾസ് കൂടുതലായിരിക്കാം, മസാല അതിനനുസരിച്ച് കുറവായിരിക്കും. എങ്കിലും അധികം മസാല കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇത്ര തന്നെ ചേർക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് പയ്യെ അടച്ച് വെച്ച് ചെറിയ സ്റ്റീമിൽ നിന്ന് വേവിക്കാൻ പോവുകയാണ്. കുറച്ച് ടൊമാറ്റോ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളയ്ക്കുന്നോളം വരെ ഒന്ന് തീ ഒന്ന് കൂട്ടിയിടുന്നുണ്ട്. അപ്പോൾ നല്ലോണം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ ന്യൂഡിൽസ് ആഡ് ചെയ്യാൻ പോവാണ്. ഡിപ്പിറ്റ് ഇത്രേ ഉള്ളൂ. വെള്ളം പോരായ്മ ഒരു വെള്ളം കുറഞ്ഞു പോയി എന്ന് തോന്നിയുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേവണമല്ലോ. ന്യൂഡിൽസ് ഇട്ട് കൊടുത്ത ശേഷം ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ഫ്ലെയിം കുറയ്ക്കാൻ പോവാണ്. അത്യാവശ്യമൊക്കെ ഇത് വെന്തിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. വെജിറ്റബിളും നൂഡിൽസും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നോണം വരെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് എരിവ് കുറവുള്ളതായിട്ട് തോന്നി. സ്വല്പം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. തുടയാനൊന്നുമില്ല, വേവൊക്കെ കറക്റ്റാണ്, പാകമായിട്ടുണ്ട്. അത്യാവശ്യം ക്രീമി ആയിട്ടുള്ള നൂഡിൽസാണ് എനിക്കിഷ്ടം. ഇത് വെള്ളമുള്ളതോ തീരെ വെള്ളമില്ലാത്തതോ എനിക്കിഷ്ടമില്ല. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നൂഡിൽസ് ഏകദേശം നമുക്ക് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കൂടുതൽ വെജിറ്റബിൾസ് ചേർത്ത് കഴിക്കുന്ന വഴി നമുക്കിതിനെ കൂടുതൽ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. കുഴപ്പമില്ല, അടിപൊളിയാണ്. സൂപ്പർ നൂഡിൽസാണ്.